നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസ്, അതിന്റെ പശ്ചാത്തലം പ്രേക്ഷകർക്കറിയാം. അതിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കലടക്കം കുറ്റങ്ങൾ തെളിഞ്ഞു. കേസിലെ ശിക്ഷാവിധി നാളെ അറിയാം. മരണക്കിടക്കയിലും പ്രണയിനിയെ വിശ്വസിച്ച ഷാരോൺ, കഷായത്തിലെ കളനാശിനിയുടെ രൂപത്തിൽ ആ പ്രണയത്തിൽ വിഷം കലക്കിയ ഗ്രീഷ്മ, ഒടുവിൽ ആ ആസൂത്രിത കൊലപാതകം വിചാരണ കോടതിയിൽ തെളിഞ്ഞു. വിഷം കീഴ്പ്പെടുത്തിയ ഷാരോൺ നീണ്ട 11 ദിവസമാണ് വീട്ടിലും ആശുപത്രിയിലും അവശനായി കിടന്നത്. പ്രണയിനി ചതിച്ചുവെന്ന് ഷാരോൺ കരുതിയതേയില്ല. മരണത്തിലേക്ക് നടന്നെടുക്കുന്നതിന് തൊട്ടു മുൻപ് ICUവിൽ വെച്ചാണ് ഷാരോൺ പിതാവിനോട് ഗ്രീഷ്മയാണ് ചതിച്ചതെന്ന് തുറന്നു പറയുന്നത്. ഷാരോണും ഗ്രീഷ്മയും ദീർഘകാലം പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നു. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധിച്ചെങ്കിലും തയ്യാറായില്ല. വഴങ്ങാതെ വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ പദ്ധതിയിട്ടു. ഒടുവിൽ നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം. ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരാസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു. അരുചി തോന്നി കൂടുതൽ കുടിക്കാൻ കൂട്ടാക്കാതിരുന്നതോടെ ഈ കൊലപാതക ശ്രമത്തിൽ നിന്ന് ഷാരോൺ രക്ഷപ്പെടുകയായിരുന്നു. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ ഇതെന്തോന്നാണ് കളി, എന്തോന്നാണ് പറ, റെക്കോർഡ് ചെയ്യണം പറ. പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തിക്കൊടുത്തത്. 2022 ഒക്ടോബർ 14 സുഹൃത്ത് റെജിനൊപ്പമാണ് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത്. ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് മാരക കളനാശിനി കലർത്തിയ കഷായം സ്നേഹം അഭിനയിച്ച് നൽകി. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദ്ദിച്ച ഷാരോൺ ക്ഷീണിതനാവുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ വീണ്ടും ചികിത്സ തേടി. ഒടുവിൽ 11ാം ദിവസം മരണത്തിന് കീഴടങ്ങി. മരണകാരണം ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരക്വിറ്റ് ഡൈക്ലോറൈഡ് എന്ന കളനാശിനിയാണെന്ന് പിന്നീട് വ്യക്തമായി. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദ്യ ദിവസം തന്നെ താൻ കുടിച്ച കഷായം ഏതാണെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ മറുപടിയൊന്നും ലഭിച്ചില്ല. വിഷത്തെക്കുറിച്ച് വ്യക്തതയില്ലാതിരുന്നതും രക്ഷപ്പെടാനുള്ള സാധ്യതയടച്ചു. ഗ്രീഷ്മ നൽകിയ ജ്യൂസും കഷായവും ഷാരോണിന്റെ മരണത്തിലേക്ക് നയിച്ചെന്ന കുടുംബത്തിന്റെ പരാതിയിലെ അന്വേഷണമാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഒടുവിൽ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ച് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. സാഹചര്യ തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത്. മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽകുമാർ തെളിവ് നശിപ്പിച്ചെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത് ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാലെന്ന് പ്രതികരിച്ചു. ഞാൻ പ്രോസിക്യൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു കഠിനമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. വിഷം കൊണ്ട് ഉള്ള മരണമാണ് സംഭവിച്ചിരിക്കുന്നത്, കൊലപാതകമാണ് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ വിഷം ശരീരത്തിലോ ആന്തരിക അവയവങ്ങളിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. കാരണം അതൊരു കൊറോസീവ് പോയിസൺ ആണ്. തെളിവ് ശേഖരണത്തിലുൾപ്പെടെ പോലീസ് നടത്തിയ ജാഗ്രത ഫലം കണ്ടുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതികരിച്ചു. ഇത്തരം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നല്ലൊരു വിധി ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് തെളിവുകൾ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇതൊന്നും ചിലപ്പം മറ്റെന്തെങ്കിലും ഉപദേശം കിട്ടിയതിൻ്റെയൊക്കെ ഫലത്തിലായിരിക്കാം. ഇതൊന്നും വലിയ ശക്തമായ തെളിവുകളല്ല എന്ന് ആരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. വളരെ കൂളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഷാരോണിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അതേ ദിവസം തന്നെ സാവധാനം മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വിഷത്തിന്റെ പ്രവർത്തന രീതി ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞു പഠിച്ചതുൾപ്പെടെ അന്വേഷണത്തിൽ നിർണായകമായി. വിധിക്ക് പിന്നാലെ ഒന്നും പ്രതികരിക്കാതെ ഗ്രീഷ്മ ജയിലിലേക്ക്.
മരണമൊഴിയിൽ ഷാരോൺ ഗ്രീഷ്മയെ പൂർണ്ണമായും തള്ളിപ്പറയാതിരുന്നതും വിഷം നൽകുന്നതിന് ദൃക്സാക്ഷികളില്ലാതിരുന്നതും കേസിൽ വെല്ലുവിളിയായിരുന്നു. എന്നാൽ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ കോർത്തിണക്കുന്നതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കാട്ടിയ മികവ് കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പാക്കി. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. സജോ ദേവസ്യാം, 24, തിരുവനന്തപുരം.